ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ഹാൻഡ് വർക്ക് നോക്കാവേ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ സാരിയാണ് കേട്ടോ. ഈ ഒരു ഹാൻഡ് വർക്കാണ് നമ്മൾ സ്ലീവിൽ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 5 മീറ്ററിൻ്റെ സാരിയുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ സ്ലിറ്റ് ടോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ലൈനിങ്ങിൽ ടോപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവ് മാർക്ക് ചെയ്യാവേ. 11 സ്ലീവിൻ്റെ ലെങ്ത്ത്. തയ്യൽ തുമ്പൂടെ കൂട്ടി 12 മാർക്ക് കൊടുത്തു. മുകളിലോട്ട് 2.5 ഇഞ്ച് ഞാൻ പൊക്കി കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് വീതിയിൽ ഇതേപോലെ. എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ നോർമൽ സ്ലീവ് വരച്ചു കൊടുക്കുന്നത്. താഴെ 4.5, പിന്നെ തയ്യൽ തുമ്പ്. മുകളിൽ നിന്ന് താഴോട്ട് ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. കട്ട് ചെയ്യാതെ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത ഹാൻഡ് വർക്കിൻ്റെ ഫ്രെയിം വെക്കാനായിട്ട് പാടായിരിക്കും, എന്നാലും ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് സ്ലീവിൻ്റെ താഴെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് മുകളിലോട്ട് വിട്ട് കൊടുത്തു. നമുക്ക് അടിഭാഗം മടക്കി അടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കൈയുടെ വണ്ണം അനുസരിച്ചാണ് കേട്ടോ ആ വീതി മാർക്ക് ചെയ്യുന്നത്. എൻ്റെ കൈയുടെ വണ്ണം 4. അപ്പം ഞാനൊരു 3.25 മാർക്ക് ചെയ്തിട്ടുള്ളൂ. കറക്റ്റ് 4 മാർക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റിച്ച് പോകുമ്പോൾ നൂല് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് വിട്ട്, 1/4 അരയോ വിട്ടിട്ട് വേണം നമുക്ക് ഹാൻഡ് വർക്കിനുള്ള ഭാഗം മാർക്ക് ചെയ്താൽ. അപ്പോൾ ഞാൻ മുകളിലോട്ട് ഇപ്പോൾ 2.5, ആദ്യം 1.5 വിട്ടിട്ട് 2.5 മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2.5-ൽ ആ ഹാൻഡ് വർക്ക് നിൽക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതേപോലൊരു റൗണ്ട് കറക്റ്റായിട്ട് വരുന്നൊരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുവാണ്. ഇതേപോലെ സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് ആദ്യം ഒരു മാർക്ക് കൊടുത്തു, പിന്നെ ഇപ്പുറത്തൂടെ ഒരെണ്ണം ചെയ്തു. അപ്പോൾ 2.5 ഇഞ്ചിനകത്തിൽ ഈ 3 റൗണ്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിലോട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വരയ്ക്കുന്നത് വാട്ടർ ഇറേസബിൾ പെന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഞാൻ ഇത്ര വരയ്ക്കുന്നത്. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ തയ്യൽ പോകുന്ന ഭാഗം സൂക്ഷിക്കണം കേട്ടോ. അതായത് പോലെ തയ്യൽ പോകുന്ന ഭാഗത്തിൽ വെളിയിലോട്ട് പോകാൻ പാടില്ല നമ്മുടെ വർക്ക്. ഇതേപോലെ ചെയ്തെടുത്തിട്ട് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു മാർക്ക് കൊടുക്കാവേ. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ മോഡൽ ഒന്ന് ജസ്റ്റ് ഇതേപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കുവാണേ. ഇതേപോലെ ഞാൻ പെറ്റൽസ് എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിമിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ക്ലോത്ത് ഇതിന് 2 ഭാഗത്ത് ജോയിൻ ചെയ്യണം കേട്ടോ. ഈ സൈഡിലൂടെ ജോയിൻ ചെയ്തെടുക്കാനുണ്ട് എനിക്ക്. അങ്ങനെ 2 ഭാഗത്തും ഞാനൊരു ക്ലോത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രെയിം വെച്ച് കൊടുക്കുവാണേ. ഞാനിവിടെ എടുക്കുന്ന വൈറ്റ് പേൾ എടുക്കുന്നുണ്ട്, അതേപോലെ കട്ട് ബീഡ് എടുക്കുന്നുണ്ട്, പിന്നെ സീക്വൻസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ടങ്കീസിൻ്റെ ചെറിയ ത്രെഡും ആരി വർക്ക് നീഡിലും എടുത്തിട്ടുണ്ട്. ആദ്യം ആ വൈറ്റ് പേൾ വെച്ചിട്ടാണ് സെൻറ്ററിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ചുറ്റിനും സീക്വൻസ് വെച്ചിട്ട് ഒരു റൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നാണ് നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ട്
ആ പെറ്റൽസ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സീക്വൻസൊക്കെ വെച്ചിട്ട് സ്ഥിരം ചെയ്യാത്തതുകൊണ്ട് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഓക്കെ ആയി വന്നു. അതിനിടയ്ക്ക് നൂലൊക്കെ പൊട്ടിപ്പോയി. പിന്നെ നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ട് ആ പെറ്റൽസ് ഓരോന്നായിട്ട് ചെയ്യുകയാണ് കേട്ടോ. കട്ട് ബീഡ് ഒരു കട്ട് ബീഡാണല്ലോ, സിംഗിൾ കട്ട് ബീഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. സീക്വൻസും അങ്ങനെ തന്നെയാണ് കേട്ടോ.
അതിനിടയിൽ ഇങ്ങനെ ചെയ്ത് ബോറടിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു റൗണ്ടിന് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കാതെ. പക്ഷെ ആരും അങ്ങനെ ചെയ്യരുത്, അത് മഹാ ഫ്ലോപ്പായി പോവും, നമുക്ക് ഷേപ്പ് കിട്ടത്തില്ല. പക്ഷെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫ്ലോപ്പാണെന്ന്. പിന്നെ സ്വന്തം തുണിയായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, പിന്നെ ഞാൻ അഴിച്ചില്ല. പക്ഷേ മണ്ടത്തരമായിപ്പോയി, എന്ത് ചെയ്യാനാ. പിന്നെ അഴിക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഒരു ഫ്ലവർ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ആദ്യത്തെ സ്ലീവ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അടുത്ത സ്ലീവിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്ലീവിലെ പെറ്റൽസ് ഇച്ചിരി വലുതായി പോയോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്നാലും സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതി. ഈ പെന്നിൽ മാർക്ക് ചെയ്ത് കണ്ടാൽ മഹാ ബോറായിട്ട് തോന്നും, പക്ഷേ അത് വെള്ളം നനയുമ്പോൾ അങ്ങ് പൊക്കോളൂ കേട്ടോ. നമ്മൾ ചോക്കിൽ മാർക്ക് ചെയ്താൽ അത്രത്തോളം മാർക്കിങ് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കട്ടിക്ക് അങ്ങ് മാർക്ക് ചെയ്തത്. പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. ആ തുണിയിൽ തന്നെ വരച്ചിട്ട് ഇറേസ് ചെയ്ത് നോക്കിയിരുന്നു പോകുമെന്ന്. അപ്പോൾ പോകും, അതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ ഇത്ര കട്ടിക്ക് അങ്ങ് വരച്ചത്. ഓൾമോസ്റ്റ് 2 സ്ലീവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഞാൻ കട്ട് ബീഡ് 30 രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. അതിൽ കൂടുതലൊന്നും പ്രൈസ് റേഞ്ച് ആയിട്ട് പോലും ഇല്ല ഇതിന്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.